ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടേസ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇതൊരു സ്പെഷ്യൽ കേക്ക് തന്നെയാണ്, രസമലായി കേക്ക്. രസമലായി ഇതാണ് ഈ കേക്കിലെ മെയിൻ താരം. ഇത് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല കുറച്ച് കോസ്റ്റ്ലി ആയ കേക്കാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ്, കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോ കേട്ടോ. നമുക്കാദ്യം കേക്കിന് വേണ്ട പൊടിയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ്, കുറച്ച് ബദാം, കാഷ്നട്ട്, പിസ്ത, ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം, ഈ പൊടി സീവ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്നോട് ഫസ്റ്റ് തന്നെ ഇട്ടുപോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു കട്ട അതൊക്കെ ഈ നട്ട്സിൻ്റെ തന്നെയാണ്, അത് ഇതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് 3 റൂം ടെമ്പറേച്ചറുള്ള മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പീഡില്ലാതെ ഫസ്റ്റ് സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആകുന്നവരെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യണം, എന്നാൽ നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിലും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊടി കുറേശ്ശെ ഇട്ടിട്ട് സ്ലോലി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞങ്ങളുടെ വീഡിയോ ഫാസ്റ്റാക്കിയത് കൊണ്ടാണ് കുറച്ച് സ്പീഡായി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ലോലി ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കേക്ക് ടീനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റായിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രം. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലെ താരമായ രസമലായി ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് രസമലായി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ രസമലായി ഉണ്ടാക്കാൻ എല്ലാവരും പാലും ഉപയോഗിച്ചുണ്ടാക്കും. പാല് ഒന്ന് പിരിപ്പിച്ചെടുത്തിട്ട് അത് ചീസാക്കി എടുത്തിട്ടും ഉണ്ടാക്കും. ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒരുപാട് ക്രീം ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചീസ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലൊരു ടീസ്പൂണോളം കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഒരു ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു ബോൾ പോലെ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ടോ, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ബോൾ പോലെ ആക്കിയാൽ രസഗുള എന്നൊക്കെ പറയുന്നതാവും. ഇതിപ്പോൾ ഞാനിവിടെ കേക്കിലേക്കായതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടും കുറച്ച് വലുതായിട്ടൊക്കെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ രസമലായൊക്കെ ഈ സിറപ്പിലിട്ടിട്ട് ഒന്ന് നന്നാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും, തീ നല്ല ഹൈ ഫ്ലെയിം തന്നെ നിന്നോട്ടെ. അപ്പോൾ ഈ സിറപ്പൊക്കെ ഈ രസമലായിൽ പിടിച്ചിട്ട് നല്ല കളറൊക്കെ നന്നായി മാറി വന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ രസമലായി റെഡിയായി. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ സിറപ്പാക്കിയ സെയിം പാനിൽ തന്നെ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽ നന്നായി തിളക്കുമ്പോൾ തന്നെ ഈ ഒട്ടിപ്പിടിച്ച പഞ്ചസാരയൊക്കെ അതിലേക്ക് അലിഞ്ഞ് ഇറങ്ങിക്കോളും.
ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇത് അൽമറായിൻ്റെ തിക്ക് മിൽക്കാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും പാൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ക്രീമാണ്. ഈ ക്രീം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഏലക്കാപ്പൊടിയാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി, കാരണം നമ്മൾ സിറപ്പ് ഉണ്ടാക്കി അതേ പാനിലാക്കിയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ്. പിസ്ത, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ ബദാം. ഇത് 3ഉം നന്നായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രസമലായിക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോൺ ആണ്. ഇത് കുറച്ച് പാലും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റും നല്ലതാണ്, പിന്നെ കളറൊക്കെ ചേർക്കുന്നതിനെക്കാട്ടി നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടേ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക. രസമലായി എന്നുള്ളതൊരു യെല്ലോയിഷ് ഉള്ള ഒരു കളറാണ്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച രസമലായി ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ രസമലായിലൊക്കെ ഇതൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറൊക്കെ ആയി കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളച്ച് രസമലായിയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് നമ്മുടെ അടിപൊളി രസമലായി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഈ കേക്കിലേക്ക് കുറച്ച് ക്രീം അടിച്ചെടുക്കണം. അതിനുവേണ്ടി അതിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ക്രീമിലേക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് സാഫ്രോൺ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കളറ് ഇതില്ലെങ്കിൽ കളറും ചേർത്ത് കൊടുക്കുക. പിന്നെ കളർ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയ യെല്ലോയിഷ് കളറും കിട്ടും, പിന്നെ ആ ഒരു ടേസ്റ്റും വരും. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രസമലായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്കായിട്ടുള്ളത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൽ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എന്നോട് ടേൺ ടേബിൾ വെക്കാൻ വിട്ടുപോയി. പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് ടേൺ ടേബിൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഈ രസമലായി കൊണ്ട് കേക്കൊന്ന് വെറ്റ് ചെയ്യാം. ഈ നട്ട്സൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ക്രീമും നല്ല ലെയറിൽ തന്നെ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നട്ട്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ രസമലായി കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് മുറിച്ചതിന് ശേഷം ഈ ക്രീമിൻ്റെ മേലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇതുകൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാ ലെയറും ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയർ വെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നട്ട്സ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ മേലയിൽ ഇങ്ങനെ ക്രീം ഒന്ന് കോട്ട് ചെയ്യുമ്പോൾ നട്ട്സ് ഉണ്ടായാൽ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നട്ട്സൊക്കെ മാറ്റിയിട്ട് വേണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ കേക്ക് ഞാനൊരു ഹാഫ് അവർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചും തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊന്നുമില്ല, നമ്മൾ ആദ്യം എടുത്ത് വെച്ച നല്ല തിക്കായിട്ടുള്ള രസമലായി ഇതിൻ്റെ മേലയിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് എനിക്ക് ഇവിടെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ
ടൈമും ഉണ്ടായിരുന്നില്ല, വേറെ ഡെക്കറേഷൻസ് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഡെക്കറേഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ക്രീമിലൊക്കെ കളറൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുക. എനിക്കിവിടെ ഒന്നാമത് ടൈമും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മളുണ്ടാക്കിയ രസമലായി ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് 3-4 ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇനി കേക്കിൻ്റെ സൈഡ് പോർഷൻസിലൊക്കെ ബദാം ഒന്ന് സ്ലൈസ് ചെയ്തതും പിന്നെ പിസ്താച്ചിയോ കൊണ്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്തത്. പിന്നെ ഇത് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. ഇതിൻ്റെ ക്രീമൊക്കെ ഒലിച്ചിറങ്ങി താഴെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ രസമലായി കേക്ക്. ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.